Hi viewers, welcome to Hotel Airline Castle. എൻ്റെ പേര് അനൂപ്. ഞാനിവിടെ സൂസ് ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഡിഷ് എഗ് വൈറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ് എഗ് വൈറ്റ് ട്വിസ്റ്റർ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അതിനായി നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഒരു 4 എഗ്ഗ് യൂസ് ചെയ്യാം നമുക്ക്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെലറി, ഒണിയൻ, ജിഞ്ചർ, ഗാർലിക്, സ്പ്രിംഗ് ഒണിയൻ, ഗ്രീൻ ചില്ലി, സാൾട്ട് ആൻഡ് ക്രഷ് പെപ്പർ ആവശ്യത്തിന്. പിന്നെ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഇതിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു സോസ് എന്ന് പറയുന്നത് ഓയിസ്റ്റർ സോസ്. മാർക്കറ്റിൽ വളരെ എളുപ്പത്തിൽ കിട്ടാവുന്നൊരു സോസാണ് ഓയിസ്റ്റർ. നമുക്ക് പാൻ ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇതൊരു സ്റ്റാർട്ടറായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന ഒരു ഡിഷാണ് എഗ് വൈറ്റ് ട്വിസ്റ്റർ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്, ഇതിൽ ഗാർലിക് കുറച്ച് കൂടുതലിടണം. ഒരു 2 ടീസ്പൂൺ ഗാർലിക്, 1 ടീസ്പൂൺ ജിഞ്ചറും ഗാർലിക്കും നല്ലോണം സോട്ടായിട്ട് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സ്പൈസിക്ക് വേണ്ടി കുറച്ച് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്പൈസി കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് ഗ്രീൻ ചില്ലി. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ ഒരു 2 ടീസ്പൂൺ, സെലറി 1 ടീസ്പൂൺ. ഓണിയനും എല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഓയിസ്റ്ററും പെപ്പറും, ഇതാണ് അതിൻ്റെ മെയിനായിട്ട് ഫ്ലേവർ വരുന്നത്. ഓയിസ്റ്റർ സോസും ബ്ലാക്ക് പെപ്പർ, ക്രഷ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് പെപ്പർ, ഇത് രണ്ടിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ട് കിട്ടുന്നത്. ഇതിലേക്ക് നമ്മൾ ഓയിസ്റ്റർ സോസ് കൂടുതൽ ആഡ് ചെയ്യാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ ആഡ് ചെയ്തു. നല്ലോണം ആ പെപ്പറും ഓയിസ്റ്ററും നല്ലോണം ഒന്ന് സോട്ട് ആവണം. ഓയിസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്റ്റോക്ക് കുറച്ച് ആഡ് ചെയ്യാം. കുറച്ച് മതിയാവും. ഇത് നമ്മൾ അധികം സോസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു എഗ്ഗിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ലൈറ്റായിട്ട് കുറച്ച് സ്റ്റോക്ക് ആഡ് ചെയ്യുള്ളൂ. സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ എഗ് വൈറ്റ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിസ്റ്റർ സോസിൽ സാൾട്ടുണ്ട്. അതുകൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മാത്രം സോൾട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കൂടുതൽ ആഡ് ചെയ്താൽ ഓയിസ്റ്റർ സോസിൽ സോൾട്ട് ഉള്ളതുകൊണ്ട് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമില്ല. പിന്നെ അജിനാമോട്ടോ, നമുക്ക് ചൈനീസ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് കുറച്ച് അജിനാമോട്ടോ ലൈറ്റായിട്ട് ആഡ് ചെയ്യാം. ഏകദേശം നമ്മുടെ എഗ് വൈറ്റ് ട്വിസ്റ്റർ റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ആഡ് ചെയ്യാം. എഗ് വൈറ്റ് ട്വിസ്റ്റർ റെഡി. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഗാർണിഷായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഇടാം. ഓക്കെ, അങ്ങനെ നമ്മുടെ എഗ് വൈറ്റ് ട്വിസ്റ്റർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിഷാണ്. വളരെ സിമ്പിളാണ്. ഇത് ബോയിൽഡ് എഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബോയിൽ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, ചോപ്ഡ് ഓണിയൻ ആൻഡ് കുറച്ച് ഓയിസ്റ്റർ സോസ്. മാർക്കറ്റിൽ വളരെ പെട്ടെന്ന് സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഓയിസ്റ്റർ സോസ്. പിന്നെ അജിനാമോട്ടോ, ക്രഷ് പെപ്പർ, സാൾട്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടറും കൂടിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എഗ് വൈറ്റ് ട്വിസ്റ്റർ.